സ്വാതന്ത്ര്യദിന പ്രസംഗം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 15 രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഈ അവസരത്തിൽ രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും കൊടുത്ത് പോരാടിയവരെ നമുക്ക് ഓർക്കാം. രാജ്യത്തിനു വേണ്ടി പുഞ്ചിരിയോടെ രക്തസാക്ഷികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരുടെ ത്യാഗവും അഹിംസയെ സമരമുറയാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ അർപ്പണവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെറുപ്പിച്ച സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദും തുടങ്ങിയവരുടെ പ്രയത്നവും വളരെ വലുതാണ്. അവരുടെ ധീര പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിയത്. ഏകദേശം 200 വർഷത്തിലേറെ നീണ്ട ത്യാഗനിർഭരമായ പോരാട്ടത്തിനൊടുവിലാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്നും പറഞ്ഞ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നടത്തിയ പ്രസംഗം പ്രസിദ്ധമാണ്. ഓഗസ്റ്റ് 15 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയപ്പോൾ രാജ്യം അഭിമാനം കൊണ്ടു. ഇതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. തുടർന്ന് ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും പരേഡ് മാർച്ചുകൾ നടത്തുകയും ചെയ്യുന്നു. ഒരു മഹത്തായ ലക്ഷ്യത്തിനായുള്ള വിശ്വസ്തതയും കാര്യക്ഷമതയും നിറഞ്ഞ പ്രവർത്തനം അത് ഉടനടി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഒടുവിൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ രക്തവും വിയർപ്പും കണ്ണീരും നൽകേണ്ടി വന്നു. ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത് ഏറെ ഉയരത്തിലാണ്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ നമ്മെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും തെറ്റിനെതിരെ ശബ്ദമുയർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഭയപ്പെടുകയോ മടിക്കുകയോ ചെയ്യേണ്ടതില്ല. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ആർക്കും എന്തിനുമുള്ള അവകാശമുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും നമ്മൾ ദുർവിനിയോഗം ചെയ്യരുത്. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ നാടിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത്. ഒരു അഴിമതിരഹിത രാജ്യമായി നമ്മുടെ നാടിനെ മാറ്റുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.